ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും എന്താണ് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർത്തതിന് ശേഷം ബാക്കി കാണുക. നമുക്കിവിടെ വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത്, 9 ഓഫ് പെന്റക്കിൾസ്, ദ ഹാങ്ഡ് മാൻ ആൻഡ് ടെമ്പറൻസ് ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയിൽ കാര്യമായ ചില മാറ്റങ്ങൾ നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ കാഴ്ചപ്പാടുകൾ പാടെ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ തലകുത്തനെ മാറിയിരിക്കുന്നു. റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളെ പോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒരു പടി കൂടുതലായിട്ട് ഇവരിലും വന്നു ചേർന്നിരിക്കുന്ന സാഹചര്യമാണ്. അതൊരു ആഗ്രഹം മാത്രമായിട്ടല്ല നിൽക്കുന്നത്, അവർ അതിനു വേണ്ടി സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറാണ്. റിലേഷൻഷിപ്പിലെ ഒരു റീബർത്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നതും. അതിനു വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്സിലേക്ക് അവരെ തന്നെ അവർ പ്രാപ്തമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്നേഹം, നിങ്ങൾക്ക് അർഹതപ്പെട്ട സമയം, അതിന് തരേണ്ട കെയറിങ്, സപ്പോർട്ട്, അതിനെല്ലാം ഒരു സമയം കണ്ടെത്താനും റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനും എല്ലാം നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പൊ സ്വയമേ തന്നെ ഒരു ആഗ്രഹം വന്നിരിക്കുന്ന സമയമായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്തായാലും വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ തന്നെയാണ് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സണിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു, നിങ്ങൾക്കൊരു മൂല്യം തരാത്തവരായിരുന്നു എന്നുണ്ടെങ്കിൽ, അപ്പൊ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകുന്ന മനസ്സിലേക്ക്, ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് ഇതിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം യൂണിവേഴ്സിനോട്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് നിങ്ങളിലേക്ക് വരാനും, നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് മാത്രമല്ല, റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനാണെങ്കിലും അവർ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് മാത്രമല്ല നമുക്ക് കിട്ടുന്നത്, റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അവരും കൂടെ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ക്ലെയിം ചെയ്യാവുന്നതാണ്.